യുദ്ധം അവസാനിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം തുടരുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഐതിഹാസികമായിരിക്കുന്ന സംഭവങ്ങളാണ് ഇറാനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ യുദ്ധം മതിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ രാജ്യങ്ങളാണ് പല ഘട്ടങ്ങളിലും ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയായിരിക്കുന്ന രാജ്യം യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. എന്നാൽ തങ്ങളത് അംഗീകരിക്കില്ലെന്നും തങ്ങളുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ചുരുക്കം. 2 പ്രാവശ്യമെങ്കിലും ഇറാൻ്റെ പ്രതിനിധികൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഞങ്ങൾ എവിടെ നിന്ന് ചർച്ച നടത്താൻ, ആരുമായിട്ട് ചർച്ച നടത്താൻ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ഇറാനും. യാഥാർത്ഥ്യവും സംഭവം തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനോടനുബന്ധിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രവൃത്തി തുടരുന്നു. തങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അവസാനിപ്പിക്കണം എന്നും പറഞ്ഞിട്ടില്ല. തങ്ങളുമായിട്ട് ആരും ചർച്ച നടത്തിയിട്ടില്ല. ചില മധ്യസ്ഥരായിരിക്കുന്ന രാജ്യങ്ങൾ, ഫ്രാൻസ്, തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ, ഈ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യായമായ രീതിയിലാണെങ്കിൽ തങ്ങളുടെ ന്യായമായിരിക്കുന്ന അവകാശങ്ങളൊക്കെ ഭാഗിച്ച് കിട്ടുകയാണെങ്കിൽ തങ്ങളതിന് തയ്യാറാണ് എന്ന തരത്തിൽ മറുപടി നൽകി. അതിനുശേഷം അവരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഞങ്ങൾ അമേരിക്കയെ യുദ്ധം അവസാനിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അവരുടെ സഹായം ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ യുദ്ധം തുടരാനാണ് തീരുമാനിച്ചത്. 5 വർഷത്തോളം യുദ്ധം തുടരാനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ കൈവശത്തിൽ ഒരുക്കിയിട്ടുണ്ട്, തങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനു യുദ്ധം അവസാനിപ്പിക്കണം? അതോടനുബന്ധിച്ച് പുതിയൊരു പ്രസ്താവനയും കൂടി ഇപ്പോൾ പുറത്തു വന്നത്, അത് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അറേബ്യൻ മാധ്യമങ്ങളെല്ലാം ആ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ്, ഇസ്രായേൽ ചാനലുകളിലും ഒക്കെ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. $20 ലക്ഷം നികുതി വാങ്ങുന്നുണ്ട് ഹോർമൂസ് കടലിൽ കിടക്കാൻ ഇറാൻ എന്ന്. ഇറാൻ്റെ സൈനിക മേധാവിയോട് ഈ കാര്യം ചോദിച്ച സമയത്ത് ഞങ്ങളുടെ കടലതിർത്തിയിലൂടെ ഒരു കപ്പൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് എത്ര പണം തങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ്. അത് ഞങ്ങളൊരാൾക്കും വിട്ടു നൽകില്ല. ഈ മേഖലയിൽ സർവാധിപത്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവസാന ഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താല്പര്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് കാര്യം. $20 ലക്ഷം നികുതി ഇറാന് നൽകുന്ന സമയത്ത് അതിൻ്റെ പകുതിയോ അല്ല അതിൻ്റെ 4/1 കിട്ടിയാൽ പോലും ഒരു ദിവസം 100 കപ്പൽ ആ മേഖലയിലൂടെ പോവുകയാണെങ്കിൽ കാശ് എത്ര കിട്ടും? ഇറാനെ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മൈൻഡുള്ള അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ മൂപ്പര് നന്നായിട്ട് കിടന്നും ഇരുന്നും ഒന്ന് ആലോചിച്ചു, ഇത് കൊള്ളാം, തെറ്റില്ലാത്തൊരു ഏർപ്പാടാണ്. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു? കപ്പൽ ഒരു 4-5 യുദ്ധ കപ്പലും കൂടി അമേരിക്കയിൽ നിന്ന് വരുത്തി മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തൂടെ അങ്ങനെ പോയി ഏകദേശം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർത്തി. വിവരമറിഞ്ഞ അമേരിക്കയുടെ സൈനികർ ആദ്യം തന്നെ ഒരു ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ട് വിട്ടു. കൃത്യമായ രീതിയിൽ കുറുക്കി കൊണ്ടു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കപ്പലിൻ്റെ മധ്യത്തിൽ അത് വീണ് പൊട്ടി. തീപിടുത്തമുണ്ടായി. ഒരു ഭാഗം കത്തി എന്ന് പറയുന്നു. എന്നാൽ ചെറിയ ചെറിയ കേടുപാടുകളെ ഉണ്ടായിട്ടുള്ളൂ. അത് മിസൈൽ ആക്രമണമാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള 3 കപ്പലിനും വേണ്ടി അതിലൊക്കെ മനുഷ്യന്മാരാണല്ലോ ഉള്ളത്. എത്ര വലിയ സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യമാണെങ്കിലും ഒരു വെടി നെഞ്ചത്തേക്ക് വന്ന് കാണാൻ കൊള്ളും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള ഈ സൈനികർക്ക് വലിയ പേടിയായി. കാര്യം എന്ന് പറയുക, അമേരിക്കയുടെ സൈനിക വാഹനത്തിൽ അല്ലെങ്കിൽ യുദ്ധവിമാനത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കുക എന്ന് പറയാൻ ഒരു അഭിമാനമാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇസ്രായേലിനും അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ തോൽക്കുന്ന ഒരു യുദ്ധവും അവർ ചെയ്തിട്ടില്ല. പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ എണ്ണുന്ന സമയത്ത് അൽഖ്വയ്ദയുടെ തീവ്രവാദികൾ അമേരിക്കയുടെ പെൻറ്റഗൺ ആക്രമിച്ച് ബിൽഡിങ്ങൊക്കെ തകർത്തു, നമുക്കറിയാം. അതിനുശേഷം 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് അമേരിക്ക പുറത്ത് വിട്ടു, നമുക്കറിയാം. അതിലൊന്ന് അഫ്ഗാനിസ്ഥാനാണ്. അതിൻ്റെ ഭരണം അട്ടിമറിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. പിന്നീട് തിരിച്ചു വന്നു എന്നുള്ളത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഇറാഖുണ്ടായി, ലിബിയ ഉണ്ടായി, സിറിയ ഉണ്ടായി, സുഡാൻ ഉണ്ടായി, ഈജിപ്ത് ഉണ്ടായി, ഫലസ്തീൻ ഏതായാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നീണ്ടു പോയി അവസാനം ക്യൂബയും വെനിസ്വേലയിൽ ഷാവേസിൻ്റെ കാലത്തൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടി അയാൾക്ക് സാധിച്ചു. പക്ഷേ അയാൾ മരണപ്പെട്ടു. ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ചിട്ടാണ് അയാളെ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെക്കാൻ സാധിച്ചത്?
അപ്പോൾ അതേ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വിദേശത്ത് പോയിരുന്നോ എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അയാളുടെ ഹോസ്പിറ്റലിൽ തന്നെ മറ്റേതെങ്കിലും ഡോക്ടർമാർ ഈ മൊസാദിൻ്റെ വിഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അവരെന്തെങ്കിലും കുത്തിവെച്ചോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. അതിന് കാരണം പറയാൻ അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. അതിൻ്റെ കാര്യം ഫലസ്തീൻ്റെ നേതാവ് യാസർ അറഫാത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് പോയി. അപ്പോൾ ഫ്രാൻസിൽ വെച്ചിട്ടാണ് ചികിത്സ ഫ്രാൻസിൽ ചികിത്സയ്ക്ക് പോയ സമയത്ത് അദ്ദേഹം വലിയ ആരോഗ്യ പ്രശ്നമില്ലാത്ത നടന്നാണ് വിമാനത്തിൽ കയറുന്നത്. അവിടുന്ന് നേരെ ഇവിടുന്ന് റാമല്ലയിൽ നിന്ന് കാറ് മാർഗം എന്നാണ് മനസ്സിലാക്കുന്നത് ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് റാമല്ലയിൽ വെച്ചിട്ട് അന്നത്തെ കേന്ദ്ര സഹമന്ത്രി ഇയാമദാണ്, മുസ്ലിം ലീഗിലെ ഇയാമദ്, അദ്ദേഹം യാത്രയയപ്പ് നൽകുന്നു. അദ്ദേഹം നിസ്കരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇയാമദാണ് ഇമാമായിട്ട് നിന്നതാണ്, അതല്ലെങ്കിൽ അറഫാത്താണ് ഇയാമ തൊട്ട് പുറകിലുണ്ട്. അങ്ങനെ ഏതോ ഒന്ന് നടന്നിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. വലിയ ആരോഗ്യത്തോട് കൂടിയിട്ടാണ്, വലിയ പ്രയാസമില്ലാത്ത രീതിയിലാണ് യാസർ അറഫാത്ത് കാറിൽ പോകുന്നു, ഈജിപ്തിലെത്തുന്നു, ഈജിപ്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് വിമാനം പോകുന്നു. അങ്ങനെ അതിൻ്റെ റൂട്ട്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം മൂന്നാമത്തെ ദിവസം മസ്തിഷ്ക ആഘാതമുണ്ടാകുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ട് കാര്യമല്ല. പിന്നീട് 2 ദിവസം പിന്നീട് ലോകത്തുള്ള കംപ്ലീറ്റ് ക്യാമറമാരും ആ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ക്യാമറയെ പിടിച്ച് നിൽക്കുകയാണ് ഇയാളുടെ വിവരത്തിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ ദിവസം വൈകിട്ട് ആകുന്ന സമയത്ത് യാസർ അറഫാത്ത് മരണപ്പെട്ടു. അത് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഈ സംഭവം നടന്നതോട് കൂടിയിട്ട് ഫലസ്തീൻ്റെ അകത്ത് വലിയ സംശയങ്ങളുണ്ടായി. കാരണം അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു മരണമാണ് എന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിക്കണം, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീൻ അതോറിറ്റി, അത് ഈ വെസ്റ്റ് ബാങ്കിലാണ് അവരുടെ ഗവൺമെൻറ് സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത്, സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്യാബിനറ്റ് മന്ത്രിമാർ, പിന്നീട് ഭരണത്തെ നിയന്ത്രിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും ഇവിടെയാണ്, വെസ്റ്റ് ബാങ്കിലാണ്. ഗസ എന്ന് പറയുന്ന വേറെ പ്രദേശം തന്നെയാണ്, അവിടെ ഹമാസാണ് ഭരിക്കുന്നത്. ഹമാസിന് സപ്പോർട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ വെസ്റ്റ് ബാങ്കിൽ മറ്റ് യാസർ അറഫാത്തിനെ പിന്തുണക്കുന്ന വിഭാഗവുമാണ്. അവരിങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് 2 ദിവസം കൂടിയും മൃതദേഹം വൈകി. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. യാസർ അറഫാത്തിനെ, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അങ്ങനെ തന്നെ കൊണ്ടുവന്നു. റാമല്ലയിൽ അടക്കം ചെയ്തതാണ് തോന്നുന്നത്, അതല്ലെങ്കിൽ ഈജിപ്തിലാണ്, രണ്ടാലൊരു സ്ഥലത്താണ് അടക്കം ചെയ്യപ്പെട്ടത്. പിന്നീട് ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷുഹ അറഫാത്ത് അവർക്കാണ് ഈ റിപ്പോർട്ട് നൽകിയത്. അതായത് ഫലസ്തീൻ അതോറിറ്റിക്ക് നൽകാൻ അധികാരമില്ല എന്നാണ് ഇവർ പറഞ്ഞത്, ആശുപത്രി അധികൃതർ പറഞ്ഞത്, ഫ്രാൻസിലെ ആശുപത്രി അധികൃതർ പറഞ്ഞത് ഭാര്യക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അത് കിട്ടാൻ കുറേ പണിയെടുത്തു എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നടന്ന സംഭവം കൊലപ്പെടുത്തിയതായിരുന്നു. എങ്ങനെ? ചികിത്സിച്ചത് ഇസ്രായേലുള്ള ജൂത ഡോക്ടർമാരാണ്. ജൂത ഡോക്ടർമാരുടെ ചികിത്സയിലായിരുന്നു അറഫാത്ത് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ പ്ലൂട്ടോണിയം എന്ന് പറയുന്ന വാതകമോ ദ്രാവകമോ അതൊരു വിഷവസ്തുവാണ്, അത് ഒടുപ്പിച്ച് അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നുള്ളതാണ്. അത് പുരട്ടിയിട്ട് ധരിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരീരത്തിനുള്ളിലേക്ക് അണുക്കൾ കയറി. അപ്പോൾ പിന്നെ ആഘാതം ഉണ്ടാകുന്നു, മരണം ഉണ്ടാകും. കൊന്നതാണ്, സംശയമൊന്നുമില്ല. അതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇത്രയും അറേബ്യൻ രാജ്യങ്ങളെ എല്ലാ രീതിയിലും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലാണ് വെനിസ്വേലയുടെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുവന്നത്. ഏതൊരു സിനിമയിൽ പോലും അത്ര രീതിയിലുള്ളൊരു സംഭവം നടത്തില്ല. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വളരെ കൂളായ രീതിയിൽ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കാത്തത് തന്നെയാണ്. നമ്മുടെ ഒരു തലമുറയുടെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അടുത്ത തലമുറയോട് ഈ കഥ പറഞ്ഞവർ വിശ്വസിക്കില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നു, വെനിസ്വേലയുടെ പ്രസിഡന്റ് സിമ്പിളായ രീതിയിൽ തട്ടിക്കൊണ്ടുപോയിരുന്നു, വിമാനത്തിൽ കയറ്റുന്നു, രാജ്യാതിർത്തി കടത്തുന്നു, എന്നിട്ട് കൊണ്ടുപോയി അമേരിക്കൻ ജയിലിൽ കൊണ്ടുവരുന്നു. എന്തായി പറയുന്നത്? ഇല്ലാത്ത എന്തെങ്കിലും കഥകൾ പറയരുത്. മുമ്പൊക്കെ ഗൾഫ് പോകുന്ന സമയത്ത് ഗൾഫിലെ റോഡിനെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുക. 4 ട്രാക്കുള്ള റോഡ്, എന്ത് വിവരക്കേടാണ് പറയുന്നത്? സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡോ? നമ്മളിപ്പോൾ റൈറ്റ് ഭാഗത്താണ് ഡ്രൈവിംഗെങ്കിൽ അവിടെ ലെഫ്റ്റ് ഭാഗത്താണ് ഡ്രൈവിംഗ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. വിശ്വസിപ്പിക്കാൻ തന്നെ കാര്യം എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ലോകത്തിന് പറയാൻ സാധിക്കുന്നില്ല. ഈ യുദ്ധത്തിൽ നേരിട്ട് റഷ്യക്ക് പങ്കുണ്ട്, ഒരു സംശയ കാര്യത്തില്ല. ഈ യുദ്ധത്തിൽ നേരിട്ട് കൊറിയക്ക് പങ്കുണ്ട്. അത് ഇറാൻ്റെ ധൈര്യവുമാണ്.
അതുകൊണ്ട് നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അവരുടെ എല്ലാ ഒഴിവ് വന്നിരിക്കുന്ന ആയുധങ്ങളും ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനിടെ തന്നെ പുറത്തു വന്നു. നിറച്ചിരിക്കുന്നു. ശൂന്യമാക്കപ്പെട്ട കിണറുകളിലൊക്കെ വെള്ളം തിളയ്ക്കുന്ന പോലെയാണ്, വെള്ളം നിറക്കുന്ന പോലെയാണ്. ടാങ്കുകളിലൊക്കെ, ടാങ്ക് എന്നാണ്, കിണറല്ല ടാങ്ക്, ശൂന്യമാക്കപ്പെട്ട ടാങ്കിലൊക്കെ വെള്ളം നിറക്കുന്ന രീതിയിൽ ഒഴിവ് വന്നിരിക്കുന്നിടത്ത് ആയുധങ്ങൾ ഫില്ല് ചെയ്ത് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രവിശ്യകളോടും അത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. യുദ്ധം അവസാനിച്ചു എന്ന് അമേരിക്കയും ഇല്ല എന്ന് ഇറാനും പറയുന്നതിൻ്റെ ഒരു യുക്തി ആരോടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ലോകത്തിൽ ഏറ്റവും പ്രബല ശക്തിയായിരിക്കുന്ന അമേരിക്കയോട്, തൊട്ടടുത്തുള്ള ഇസ്രായേലിനോട്. ഏറ്റവും വലിയ ആയുധങ്ങൾ ലോകത്ത് ആദ്യം നിർമ്മിക്കുന്നത്, ആണവായുധം നിർമ്മിച്ചത്, അത് ഉപയോഗിച്ചത്, അതിന് ശേഷം ഉണ്ടാകുന്ന B2 പോലെയുള്ള വിമാനങ്ങൾ നിർമ്മിച്ചത്, F-35 എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചത്, അങ്ങനെ സർവ്വമേഖലയും സർവാധിപത്യമുള്ള ഒരു രാജ്യത്തോട് മൂന്നാം ലോക രാജ്യമോ അതിൻ്റെ താഴെ കിടക്കുന്ന ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യം പറയുന്നു, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, നിങ്ങൾ ഒരുങ്ങിക്കോളൂ എന്നുള്ളത്. 5 കൊല്ലം യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ളത്. ഇതിൻ്റെ യുക്തി ലോകത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് ചുരുക്കം.